ഇങ്ങനെയുള്ള ഊളന്മാർ ഓരോ ഊളത്തരം കാണിക്കുമ്പോഴാണ് ശരിക്കും RCB ജയിക്കണ്ടായിരുന്നെന്ന് പോലും വിചാരിച്ചു പോകുന്നത്. ശരിക്കും ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ RCB ഫാൻസ് ആണ്, അത് ഗുണ്ടകളാണോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പൈസ തന്നെയല്ലേ നിങ്ങൾ അടിച്ചു പൊട്ടിച്ച് കളയണേ? സെലിബ്രേഷന്റെ പേരിൽ കുറെ സാമൂഹ്യ വിരുദ്ധന്മാർ കയറി പറ്റി ഇതുപോലെ ഓരോ ഊളത്തരങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ പേരാണ് ഇല്ലാതാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ട നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇത്ര അധപ്പതനം സംഭവിച്ചു. ഒരു പോലീസുകാരുടെ മുമ്പിൽ ഒരു കൂസലും ഇല്ലാതെ ഡാൻസ് കളിക്കുകയാണ്. ഈ വീഡിയോയിൽ വഴിയെ പോയൊരു ബസ്സിന് ചില്ലങ്ങ് തല്ലി. ഇതിന് അവരെന്ത് ചെയ്യാനാണ്? പാവപ്പെട്ടവരെ നെഞ്ചത്ത് കയറിയിട്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. ഈ വീഡിയോക്കകത്താണ് ഒരു കാറുകാരൻ്റെ വണ്ടിയുടെ മണ്ണിൽ കുറേ എണ്ണം ചേരും ഡാൻസ് കളിക്കുക. കഴിഞ്ഞ വർഷം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേരുടെ ജീവനാ പോയെന്ന് അറിയാൻ. പോയാൽ നിങ്ങൾക്കേ പോകാനുള്ളൂ. ഈ കഴിഞ്ഞ് പൈസയൊക്കെ മേടിച്ച് വിരാട് കോഹ്ലി വീട്ടിലും പോകും. എന്തിനു പറയുന്നു? കളിയുടെ ഇടയ്ക്ക് ട്രാവിസ് ഹെഡിന് കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ട്രാവിസ് ഹെഡിന്റെ വൈഫിനെ വരെ പോയിട്ട് ചീത്ത വിളിച്ചവന്മാരാണ് ഈ RCB ഫാൻസ്. ഇവന്മാർ ഇത്രയും വിവരമില്ലാത്തവന്മാരാണ് തെളിയിച്ചത്. ട്രാവിസ് സ്കോട്ടിനെ പോലും ഇവന്മാർ വെറുതെ വിട്ടില്ല. ഓൾറെഡി സിവിക് സെൻസിന്റെ പേരിൽ ബാക്കിയുള്ള രാജ്യക്കാരെല്ലാം കൂടെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇതും കൂടെ അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇതുപോലെ എന്തെങ്കിലും ഏതെങ്കിലും ക്ലബ്ബ് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഇതുപോലെ നടക്കുമോ? നടക്കും. ഏത്? അങ്ങ് പാരീസിൽ.